ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പനീർ മസാലയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പനീർ മസാലയ്ക്കുള്ള ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യമുള്ള പനീർ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ സവാള ചെറുതായി അരിഞ്ഞത്, പച്ചമുളക് പൊടി അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ നമുക്കിതിലേക്ക് തക്കാളി മിക്സിയിൽ ഞാൻ അടിച്ചെടുത്തതാണ് പേസ്റ്റായിട്ട്. പിന്നെ നമുക്ക് ഒരു ടൊമാറ്റോ സോസ്, നമുക്ക് അത്യാവശ്യം വേണ്ട കസൂരി മെത്തി, പിന്നെ കുറച്ച് ഗരം മസാല. നമുക്ക് പനീറൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പനീർ ഇതിൽ നിന്ന് കോരി മാറ്റാം. ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് സവാള ചേർക്കാം. നമ്മളിതിന് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പനീർ ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ അല്ല ഉപയോഗിക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ആവശ്യമായ 2 പച്ചമുളക് പൊടിയായിരുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നമുക്ക് നന്നായിട്ട് അതൊക്കെ മിക്സ് ചെയ്ത് അതിന് ശേഷം തക്കാളി പേസ്റ്റ് ഒഴിക്കും. നമുക്ക് ഇതിലേക്ക് 2 ചെറിയ തക്കാളിയാണ് അടിച്ചിട്ടത്. ചെറിയ തക്കാളിയുടെ പേസ്റ്റാണ് ഒഴിക്കുന്നത്. തക്കാളിയുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിനുശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിലിട്ട് ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഗ്രേവി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പനീർ ഇട്ടു.
അപ്പോൾ നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് കസൂരി മെത്തി ഇട്ട് കൊടുക്കാം. കുറച്ച് ഇടാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കയ്പ്പ് രസം വരും. നമ്മുടെ പനീർ മസാല റെഡി. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ പനീർ മസാല റെഡി. ഇനി അടുത്ത വീഡിയോയിൽ കാണും വരെ ടാറ്റാ, ബൈ ബൈ.